എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 22-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ അറിയിപ്പ്, ഭവന നവീകരണത്തിന് പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ്. ഭവന നവീകരണത്തിനും പുതിയ വീട് നിർമ്മിക്കുന്നതിനും വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് സഹായങ്ങൾ ലഭിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ലൈഫ് മിഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക, പുതിയ അപേക്ഷകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള അപ്ഡേറ്റ് വരേണ്ടതുണ്ട്. പക്ഷേ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഷിക പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്ന കൂട്ടത്തിൽ വാസയോഗ്യമല്ലാത്ത ഭവനങ്ങൾ പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ഈ ഭവന പുനരുദ്ധാരണത്തിന് മറ്റ് സഹായങ്ങളൊക്കെ ഉണ്ട്. ഇമ്പിച്ചിഭാവ ഭവന പുനരുദ്ധാരണ സഹായം, അതുപോലെ തന്നെ ഭവന സമുന്നതി, ഇങ്ങനെ പല പദ്ധതികളുണ്ട്. അതൊക്കെ അറിയിപ്പ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. ഇപ്പോൾ പഞ്ചായത്ത് തലങ്ങളിൽ എല്ലാ പഞ്ചായത്തിലുള്ള വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തരം സഹായങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും DA/DR ആനുകൂല്യങ്ങൾ ഈ ഓണക്കാലത്ത് ലഭിക്കും. 2% DA അനുവദിക്കാനാണ് സാധ്യത. ഉത്സവ ഭത്ത, ഓണം ബോണസ്, ഇത്തരം ആനുകൂല്യങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ലഭിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പാചകവാതക വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും അതിന്റെ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലും കേന്ദ്ര സർക്കാർ എഥനോൾ അധിഷ്ഠിത പാചകവാതകം വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ആദ്യഘട്ടം എന്ന നിലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഹോട്ടലുകളിലും വാണിജ്യ സിലിണ്ടറുകളിലുമായിട്ടാണ് നടപ്പിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ഈ സർക്കാരും തുടരും എന്നുള്ളതാണ്. 1 വർഷമെങ്കിലും പദ്ധതി തുടരാൻ ജോലികൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന യുവാക്കൾക്ക് ആണ് ഈ ഒരു സഹായം ലഭിക്കുക. 5 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള എല്ലാവർക്കും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഓരോ ആളുകൾക്കും 1 വർഷമാണ്, ഒന്നെങ്കിൽ ജോലി കിട്ടുന്നത് വരെ അല്ലെങ്കിൽ 1 വർഷമാണ് എല്ലാ മാസവും 1000 രൂപ സഹായം ലഭിക്കുന്നത്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഉടനെ പ്രഖ്യാപിക്കും. വരുന്ന ദിവസങ്ങളിൽ തന്നെ പെൻഷൻ പ്രഖ്യാപിക്കും. 24-25 തീയതികളിലായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യാനാണ് സാധ്യത. ഈ മാസത്തെ വിതരണം കഴിഞ്ഞ് അടുത്ത മാസത്തെ പെൻഷൻ വിതരണം 20-ന് മുമ്പ് ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. മാത്രമല്ല 2 മാസത്തെ പെൻഷൻ ലഭിക്കും. 26-ാം തീയതി തിരുവോണത്തിന് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ ലഭിക്കും. 2 മാസത്തെ ലഭിക്കാനാണ് സാധ്യത. സർക്കാരിന്റെ അറിയിപ്പ് വന്നാൽ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ കഴിയൂ. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് കുടുംബശ്രീ കോഴിയെ വളർത്തുന്നതിന് വേണ്ടി തരും. കേരള ചിക്കന്റെ കോഴി കുഞ്ഞുങ്ങളെയാണ് തരിക. വളർച്ചയെത്തുമ്പോൾ കുടുംബശ്രീ തന്നെ കോഴികളെ തിരികെ വാങ്ങുകയും ചെയ്യും. കേരള ചിക്കന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ ഫാമുകൾ തുടങ്ങുന്നതിനുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പുകൾക്കുമാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. സ്ഥല സൗകര്യം വേണം. ഒരു കോഴിക്ക് 1.2 ചതുരശ്ര അടി എന്നുള്ള നിലയ്ക്ക് 1000 മുതൽ 10000 കോഴികളെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്ര വലുപ്പത്തിലുള്ള ഫാമുകൾ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. തെരഞ്ഞെടുക്കപ്പെടുന്ന കർഷകർക്ക് 1 ദിവസം പ്രായമായ കുട്ടികളെ വളർത്താൻ ആവശ്യമായിട്ടുള്ള തീറ്റയും കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ അസോസിയേഷൻ നൽകുന്നതാണ്. വളർച്ച എത്തിയിട്ടുള്ള കോഴികളെ ഈ കമ്പനി തന്നെ തിരിച്ചു വാങ്ങി പണവും നൽകുന്നതാണ്. www.keralachicken.org.in എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ മിഷൻ ഓഫീസ് അല്ലെങ്കിൽ CDS ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. 0471-244-8144 എന്ന നമ്പറിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ മാസത്തെ റേഷൻ 10 ദിവസമാണുള്ളത്. എല്ലാവരും പോയിട്ട് വാങ്ങണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. മസ്റ്ററിംഗ് ക്ഷേമ പെൻഷൻകാരുടെ മസ്റ്ററിംഗ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 2 മാസത്തെ സാവകാശം ഉണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. വില കൂടി പവന് 560 രൂപയാണ് കൂടിയത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 1,05,760 രൂപയായി. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 13,220 രൂപയുമായിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ